ചേട്ടാ, കഴിഞ്ഞ ദിവസമായിരുന്നു ശ്രീ പിണറായി വിജയൻ ജി സുധാകരന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ചെറ്റയെന്നും ചെറ്റത്തരമെന്നുമുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം പദപ്രയോഗങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ. ഇതുവരെ ഉണ്ടായിരുന്ന നിലപാടുകളൊക്കെ PR-ന്റേതായിട്ടുള്ളതാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു ശ്രീ പിണറായി വിജയൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. കെ സുധാകരന്റെ നിലപാടാണ് നിലപാട്. ജി സുധാകരൻ എന്താണ് കാണിച്ചത്? പാർട്ടിയുടെ ചെറ്റത്തരമല്ലേ ഇയാൾ ചെയ്തത്? ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട് ശ്രീ പിണറായി വിജയൻ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അല്ല, ആതിര പറഞ്ഞതുപോലെ അദ്ദേഹം ഈ ഭരണം തീരാനായിട്ട് ഈ ഒരു ഭരണകാലം തീരാൻ മാസങ്ങളുള്ളപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു PR കൺസൾട്ടൻസി അദ്ദേഹത്തിൻ്റെ പിറകിലുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, നടത്ത, ഇരിപ്പ്, പോക്ക്, വാക്ക്, നോക്ക് എല്ലാം അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവുക. അതെല്ലാം തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രമുഖ താരങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിമുഖമൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ അദ്ദേഹം നൽകിയൊരു അഭിമുഖത്തിലാണ്. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് മലയാളത്തിലെ പല മുഖ്യധാരാ മാധ്യമങ്ങളും, വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ പ്രിന്റ് മീഡിയ, അവർക്കൊക്കെ അങ്ങോട്ട് പേയ്മെന്റ് കൊടുത്താണ് അഭിമുഖം നടത്തുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനി PRD വഴിയാണോ എന്ന് പോലും നമുക്കറിയില്ല. ഏതായാലും ഒരു പ്രമുഖ മാധ്യമത്തിന് അദ്ദേഹം ഇതിൽ അഭിമുഖം നൽകുമ്പോൾ കെ സുധാകരൻ എന്ന കണ്ണൂരുകാരൻ, അദ്ദേഹത്തിന് നമുക്കറിയാം കെ സുധാകരൻ ഇദ്ദേഹവും തമ്മിൽ എന്തുമാത്രം ശത്രുതയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള, ഒരു വേദിയിൽ പരസ്പരം കണ്ടാൽ പോലും മിണ്ടാത്ത ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹം എടുത്ത രാഷ്ട്രീയപരമായ നിലപാടിനെ ഇന്നലെ സജി ചെറിയാൻ സംസാരിച്ചത് കേട്ടായിരുന്നല്ലോ. അത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മറ്റൊരു അംഗമാണ്, പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ജി സുധാകരൻ പാർട്ടിയോട് കാണിച്ചത് ചെറ്റത്തരമാണ്. തൻ്റെ ഭാഷാ നിഘണ്ടുവിൽ ഇതിൽ പരം ഒരു വേറൊരു വാക്ക് തനിക്ക് പറയാനില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ ഭാഷാ നിഘണ്ടുവിൽ ഇതിനു മുമ്പ് നമ്മൾ കേട്ട വാക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കുലംകുത്തി, പരനാറി, അല്ലെ? കുലംകുത്തി, പരനാറി, പിന്നെ വേറെന്തൊക്കെയാ, അങ്ങനെയുള്ള കുറേ അധികം ഇപ്പൊ ചെറ്റയെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രത്യേക പദങ്ങളായിരിക്കാം. ഇതിനെ സർക്കാരാണെങ്കിലും സഖാക്കളാണെങ്കിലും കാണുന്നത് ഞങ്ങളുടെ സ്വന്തം പ്രയോഗങ്ങളായിട്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണല്ലോ മണിയാശാന്റെ പ്രയോഗങ്ങളെയും പച്ചയ്ക്ക് അപമാനിക്കുന്നതിനെയൊക്കെ നാട്ടുപ്രയോഗങ്ങളായി തള്ളിക്കാണാൻ സാധിക്കുന്ന ഒരു പാർട്ടിക്ക് ഉറപ്പായും ഇതും അഭിസംബോധനകളായിട്ട് അല്ലെങ്കിൽ അഭിനന്ദന പ്രയോഗങ്ങളായിട്ടായിരിക്കും കാണാൻ സാധിക്കുന്നത്. പക്ഷേ 60 വർഷത്തോളം 50 വർഷത്തോളവും ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവിനെ നോക്കിയിട്ട് ചെറ്റയെന്നും താൻ എന്തൊരു ചെറ്റത്തരമാണെന്ന് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾ ഇത് എങ്ങനെയാണ് കാണേണ്ടത്? ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഫാക്ടറാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കെ സുധാകരൻ, അദ്ദേഹത്തെ പറ്റി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു? ഇപ്പോ ജി സുധാകരന്റെയും കെ സുധാകരന്റെയും നിലപാടുകൾ അല്ലെങ്കിൽ പ്രശ്നം ഒന്നായിട്ടാണോ ശ്രീ പിണറായി വിജയൻ കാണുന്നത്? കെ സുധാകരൻ നിങ്ങൾക്ക് അങ്ങനെ അളന്നു നോക്കാൻ പറ്റില്ല. ഇനിയിപ്പോ സ്വന്തമായിട്ട് കെ സുധാകരനെയും തന്നെയും പറ്റി അളക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഇനിയിപ്പോ ജി സുധാകരനെ വെച്ച് അളന്നു നോക്കാം. നോക്കൂ, നിങ്ങൾ ഈ നിലപാടുകൾ നോക്കൂ. കെ സുധാകരൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അയാൾ പാർട്ടി വിട്ട് സ്വതന്ത്രനായി പ്രവർത്തിച്ചില്ലല്ലോ, അല്ലെങ്കിൽ പാർട്ടി വിട്ട് സ്വതന്ത്രനായി നിൽക്കാൻ പോയില്ലല്ലോ. ഇയാൾ എന്താണ് കാണിക്കുന്നത്? ഞങ്ങൾ പറയുന്ന അനുസരിച്ച് നിൽക്കാനുള്ളതിന് സ്വതന്ത്രനായി പോയി മത്സരിക്കുന്നു, UDF-ന്റെയും BJP-യുടെ ഒക്കെ പിന്തുണ സ്വീകരിക്കൂ എന്ന് പറയുന്നു. ഇത്രയധികം A ക്ലാസ് ചെറ്റത്തരം ആര് കാണിക്കാനാണ്? ഇതാവാം ശ്രീ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല സഖാവി. നിങ്ങളുടെ വായിൽ നിന്നും പൊഴിയുന്ന ഇത്തരം പദങ്ങൾ അംഗീകരിക്കാൻ ഇത് AKG സെന്ററിൽ പഠിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ സഖാക്കളല്ല ഈ 3.5 കോടി ജനങ്ങൾ കേരളത്തിൽ വരുന്നത്. 3.5 കോടി ജനങ്ങൾ എന്ന് പറയുന്നത് ഇതിനകത്തിൽ നിഷ്പക്ഷരുണ്ടായിരിക്കാം, കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവരുണ്ടായിരിക്കാം, BJP-യോടൊപ്പം നിൽക്കുന്നവരുണ്ടായിരിക്കാം, CPM-നും CPI-യും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളുണ്ടായിരിക്കാം. അതേപോലെ യുവജനങ്ങളുണ്ട്. യുവജനങ്ങളുടെ മുന്നിലേക്ക് ഇതാണോ നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ പോകുന്നത്? നിങ്ങളുടെ അടിമത്തം സ്വീകരിക്കാത്ത ഏത് നേതാവിനെയും അടിച്ചമർത്താമെന്നും എന്തും വിളിക്കാമെന്നും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള നിങ്ങളെ അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാടുകൾക്ക് അംഗീകാരം കൊടുക്കാതെ എന്തെങ്കിലും എതിർത്ത് പറയുകയാണെങ്കിൽ സൈബറിടങ്ങളിൽ പച്ചയ്ക്ക് കത്തിക്കാമെന്ന നിലപാടുകളാണോ നിങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഫാക്ടർ അല്ല. ഇത് എന്ത് തരം ഭാഷാ പ്രയോഗങ്ങളാണെങ്കിലും ഇത് അങ്ങ് AKG സെന്ററിൽ മാത്രം പോയി പറഞ്ഞാൽ മതി. പൊതുസമൂഹത്തിലേക്ക് മുഖ്യമന്ത്രി കസേര അലങ്കരിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ നിങ്ങളുടെ വായിൽ നിന്ന് ഇത്തരം പദങ്ങൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ഓരോ പൊതുജനങ്ങൾക്കും പറയേണ്ടി വരില്ലേ ചേട്ടാ? തീർച്ചയായിട്ടും. അതായത് ഈ പറയുന്ന പദപ്രയോഗം ആതിരയ്ക്ക് അറിയാം. ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ബുദ്ധികേന്ദ്രമായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. അല്ലെങ്കിൽ പോട്ടെ, ഇപ്പോൾ MA ബേബി ഇപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന വളരെ പരിണിതപ്രജ്ഞരായ നേതാക്കൾ അവരുടെ നാവിൽ തുമ്പിൽ നിന്ന് വീഴുന്നത് ഇത്തരത്തിലുള്ള ഒരു വാക്കും എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ കേട്ടില്ല. EMS-ന്റെ ഓരോ പ്രസംഗത്തിലും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. EMS
EMS പ്രസംഗിക്കുന്നത് രാഷ്ട്രീയ എതിരാളികൾ പോലും ഉറ്റുനോക്കുമായിരുന്നു. മനോരമ എന്ന് പറയുന്ന പത്രം EMSന്റെ ചലനങ്ങൾ ഒപ്പിയെടുത്തു. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ വ്യക്തിമാഹാത്മ്യം കൊണ്ടാണ്. വ്യക്തിമാഹാത്മ്യം എന്ന് പറയുന്നത് വായിച്ചറിവും കേട്ടറിവും പഠിച്ചറിവുമാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളിലൂടെയല്ല. അദ്ദേഹത്തിന്റെ ഭാഷാപ്രയോഗങ്ങൾ ഇതുപോലെ ആയിരുന്നില്ല. എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു നല്ല ബുദ്ധികേന്ദ്രം പറഞ്ഞു കൊടുക്കാൻ, പറയാൻ, ഉപദേശിക്കാൻ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ AKI സെന്ററിൽ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊന്നും ആയിരിക്കില്ല ഒരു പാർട്ടി ക്ലാസ്സിൽ എടുത്തു കൊടുക്കുക. ഈ പറയുന്ന MV ഗോവിന്ദൻ ഒരു പാർട്ടി ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനായിരുന്നതാണ്. ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ അറിവ് വേണം. നമ്മുടെ ഈ പറയുന്ന ഷാജി പാണ്ഡ്യാല എന്ന് പറയുന്ന വ്യക്തി, നമ്മൾ പല ചർച്ചകളിലും നമ്മൾ അദ്ദേഹത്തോട് പുതിയ സിലബസ് ആയിരിക്കും ചേട്ടാ, നമ്മൾ അറിയാതെ പോലെ നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ഇടത് ചിന്തകർ മറ്റു പലരുമായിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. ഇപ്പൊ ഉമേഷ് ബാബു എന്ന് പറയുന്ന ഒരു കവിയുണ്ട്, കണ്ണൂരുകാരനായ. അദ്ദേഹം പറയാറുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ 20 കൊല്ലത്തിനിടയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റത്തിന് മൂല കാരണക്കാരൻ ഈ വ്യക്തിയാണ്. അപ്പോൾ ഭാഷാപ്രയോഗമൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ വായിച്ചറിവിലൂടെ നമുക്ക് ഭാഷാപ്രയോഗം ഉണ്ടാവുള്ളൂ. കേട്ടറിവ്, നല്ലത് കേൾക്കുക, നല്ലത് വായിക്കുക, നല്ലൊരു അറിവ് വേണം. ഈ അറിവെന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഭാഷാ നിഘണ്ടുവിൽ എനിക്ക് ഇതിൽ കൂടുതൽ പറയാനില്ല എന്ന്. അദ്ദേഹത്തിന്റെ ഭാഷാ നിഘണ്ടുവിലൂടെ അദ്ദേഹം ശത്രുക്കളെ സമ്മാനിച്ചിട്ടുള്ളൂ. സ്വന്തം മുന്നണിയിൽ കൂടെ നിന്ന പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന RSPയുടെ ഒരു നല്ല നേതാവിനെ പരനാറി എന്ന് പോയി കൊല്ലത്ത് പോയി അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ടോ? അദ്ദേഹം എന്ന് പരനാറി എന്നൊരു പ്രയോഗം അവിടെ നടത്തിയോ അന്നു മുതൽ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന നേതാവിന്റെ മഹിമ കൂടുകയാണ് ചെയ്തത്. ഇന്നത്തെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ബേബി, അദ്ദേഹം അന്ന് പ്രേമചന്ദ്രന് എതിര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണ്. ഒരു വേള ബേബിക്ക് അവിടെ ജയിക്കാൻ നല്ല സാധ്യതയുണ്ടായിരുന്നു. ഈ ഒറ്റ പ്രയോഗം കൊല്ലത്തുകാർ മനസ്സിലെടുത്താണ് പ്രേമചന്ദ്രനെ ജയിപ്പിച്ചത്. അപ്പൊ ഇവിടെ ഈ G സുധാകരനെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്ക് കൂടെ ഉണ്ട്. G സുധാകരൻ എന്തോ ഒരു മറ്റൊരാളാണ് എന്നൊരു തോന്നൽ. സാർ, അപ്പോൾ താങ്കൾ തന്നെ എന്തോ ഒരു തോന്നലാണെന്ന് ഉള്ളത് കൊണ്ടല്ലേ ഈ വയസ്സിന്റെയും പ്രായത്തിന്റെയും ഇളവും ഒക്കെ താങ്കൾക്ക് ബാധകമല്ല, ബാക്കിയുള്ളവർക്കെല്ലാം എല്ലാം ബാധകമാണെന്ന് പറയുന്നത്? നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങളുടെ പാർട്ടി സമ്മേളനത്തിൽ ഒരു പാർട്ടിയുടെ ഇനി വരാൻ പോകുന്ന നാളുകളിൽ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളുടെ ഒരു ചുരുക്കെഴുത്ത് നടത്തുമ്പോൾ ആ ചുരുക്കെഴുത്തിൽ പറയുന്ന വസ്തുതകൾ താങ്കൾക്കും ബാധകമാണ്. താങ്കൾ അത് എന്തേ പറയാത്തെ? അപ്പോൾ G സുധാകരൻ എന്തോ പ്രത്യേകത കൂടുതലെന്ന് താങ്കൾ പറയുമ്പോൾ താങ്കൾ അതുകൂടെ ചിന്തിക്കണം. അപ്പൊ ഇത്തരത്തിൽ ഒരു മുഖ്യധാര മാധ്യമത്തിൽ വന്നിരുന്ന് ചെറ്റത്തരം, ആ പ്രയോഗം തന്നെ ഞാൻ ചോദിക്കട്ടെ, ആ ചെറ്റത്തരം എന്നൊക്കെ പറയുന്ന ഒരു തനി ഗ്രാമീണ ഭാഷ ചന്ത പ്രയോഗമല്ലേ? എനിക്കറിയില്ല. എൻ്റെ ഈ പ്രായത്തിനിടയിൽ ചെറ്റത്തരം എന്നൊക്കെ പറയുന്നത് അത് ഇദ്ദേഹം ഇപ്പം ആതിര പറഞ്ഞ പോലെ ഇരിക്കുന്ന ഒരു പദവിയുണ്ട്. ആ പദവിയുടെ വില മനസ്സിലാക്കാം. ആ പദത്തെ തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം. ചെറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് പണ്ട് കാലത്തെ ചെറ്റ കുടിലുകളിൽ താമസിക്കുന്ന ആൾക്കാരെ ഇവൻ ചെറ്റയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു പദമായിരുന്നു ചെറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചീത്ത പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു അതിന്റെ അർത്ഥമായിട്ട് ഉദ്ദേശിക്കുന്നത്. ചെറ്റക്കുടലിൽ താമസിക്കുന്ന ഒരാൾ, അപ്പോ അവിടെ നിന്ന് താമസിക്കുന്ന ഒരാൾ അത്തരമുള്ള സ്വഭാവങ്ങളെ കാണിക്കുള്ളൂ. അതാണ് ഈ ചെറ്റത്തരം എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഭാഷാ പ്രയോഗത്തിൽ ഒരു അർത്ഥം അതാണ് പൊതുവെയുള്ള അർത്ഥം. ഇനി കണ്ണൂരിൽ മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ മറ്റൊരു വിഷമം തോന്നുന്നത് G സുധാകരൻ എന്ന വ്യക്തി ഇതുവരെ പാർട്ടിക്കെതിരെ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. അങ്ങനെ സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് താൻ ചെറ്റത്തരമാണ് കാണിച്ചതെന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പ്രതികരിക്കണമായിരുന്നു. പാർട്ടി എന്താണ് അദ്ദേഹത്തിനെതിരെ കാണിച്ചതെന്ന്. ഇതൊന്നും ആയിരിക്കില്ലല്ലോ ഒരാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേട്ടാ. 60 വർഷത്തോളം ഒക്കെ പ്രവർത്തിച്ച ഒരാൾ സീറ്റില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് മാത്രം അദ്ദേഹം പാർട്ടി വിട്ട് മാറുമെന്ന്. അതെ, ഈ പറയുന്ന പോലെ ഈ ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തിന് എത്ര കണ്ട് ഈ കാണിക്കാവുന്ന രീതിയിൽ താറടിക്കാമോ ആ താറടിക്കാവുന്നതിന് അപ്പുറം താറടിച്ചിട്ടാണ്. ഇപ്പം ഇവരുടെ ഏറ്റവും പരിണതപ്രജ്ഞനായ നേതാവ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിനെ മാരാരിക്കുളത്ത് തോപ്പിച്ച ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ കമ്മ്യൂണിസ്റ്റുകാർ ഈ പറയുന്ന H സലാമും നാസറും ഒക്കെ ഈ സജി ചെറിയാനും ഒക്കെ ഇദ്ദേഹത്തിന് ചെയ്ത് ഇതുവരെ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടില്ലേ? ഈ പറയുന്ന രീതിയിൽ ഇത്രയും അദ്ദേഹത്തിനെ തേജോവധം ചെയ്യുമ്പോൾ മിണ്ടാതിരുന്നിട്ട് ഒരു വേള അദ്ദേഹത്തിന് എന്താ ഇവരാക്കിയിരിക്കുന്നത്? അദ്ദേഹത്തിന് സ്ഥാനമോഹിയാണെന്നാ പറഞ്ഞത്. അത് ഈ പാർട്ടിയുടെ ഒരു രീതിയാണ്. ഈ പാർട്ടി ഒരു വ്യക്തിയെ അവഹേളിച്ച് തരം താഴ്ത്തി താറടിച്ച് എന്തൊക്കെ ചെയ്യാനുള്ള അതെല്ലാം ചെയ്തിട്ട് അവസാനം ആ വ്യക്തി ഉയരും കൊണ്ട് പുറത്തു ചാടി പോകുമ്പോൾ അവരെ വ്യക്തി അധിക്ഷേപം നടത്തുന്ന ഈ പാർട്ടിയുടെ ഈ പറയുന്ന രീതിയിലുള്ള ഭാഷാപ്രയോഗം നടത്തുന്ന ഒരു കൂട്ടം നേതാക്കളുടെ ഒരു മുഖ്യ അജണ്ടയാണ്. അപ്പൊ അതുകൊണ്ട് G സുധാകരനെ ചെറ്റ എന്ന് പറയുമ്പോൾ ഇപ്പൊ ആതിര പറഞ്ഞതുപോലെ ഈ ചെറ്റ എന്ന പ്രയോഗം അത് ഒരു നാട്ടുഭാഷയാണ്. സാർ, താങ്കൾ ഒരുപാട് ആലോചിച്ച് G സുധാകരനെ പറഞ്ഞായിരുന്നു. അവരുടെ പാർട്ടി സെക്രട്ടറി ഇതുവരെ ഒരു വാക്ക് പോലും G സുധാകരനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. MA ബേബിക്ക് അറിയാം G സുധാകരൻ ആരാണെന്ന്. MA ബേബി ഇതുവരെ മിണ്ടിയിട്ടില്ല. അതുപോലെ ആതിര പറഞ്ഞ പോലെ ഈ പാർട്ടിക്കെതിരെ ഈ നിമിഷം വരെ G സുധാകരൻ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല. സാർ, അദ്ദേഹത്തിന്റെ മഹിമ താങ്കളെക്കാളും കൂടുതലാണ് എന്ന് ഈ സമൂഹത്തിനറിയാം. അതുകൊണ്ട് ഒരു ഭാഷാ പ്രയോഗത്തിലൂടെ G സുധാകരനെ അടച്ചാക്ഷേപിക്കുന്നത് തെറ്റാണെന്ന് ഒരു സ്വയം ബോധ്യം താങ്കൾക്കുണ്ടാവണം.
നന്ദി.